കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറുന്നു. അക്കരെ ദേവസ്ഥാനത്ത് വൈശാഖോത്സവത്തിന്റെ ഭാഗമായുള്ള നിത്യപൂജകൾക്ക് തുടക്കമായതോടെയാണ് ഭക്തജന തിരക്ക് ഏറിയത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയതോടെ സ്വയംഭൂവിൽ ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇതോടെ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ദർശനം നടത്തുന്നത്. മണിത്തറയിലെ താൽക്കാലിക ശ്രീകോവിൽ പണിയുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആദ്യ ആരാധനയായ തിരുവോണം ആരാധനയ്ക്ക് മുമ്പായി ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കും. നാളെയാണ് തിരുവോണം ആരാധന. കഴിഞ്ഞ വർഷം ഉത്സവാവസാനം ആചാരങ്ങളുടെ ഭാഗമായി പൂർത്തിയാക്കാതിരുന്ന 1000 കുടം അഭിഷേകം, തിരുവത്താഴ പൂജ, ശീവേലി, ശ്രീഭൂതബലി എന്നിവ പൂർത്തിയാക്കിയാണ് ഈ വർഷത്തെ നിത്യപൂജകൾ തുടങ്ങിയത്. ചടങ്ങുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അഷ്ടമി ആരാധന, തിരുവോണം ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന. ഏറ്റവും പ്രധാനപ്പെട്ട രോഹിണി ആരാധനയിൽ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞ വർഷം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന് നടത്താൻ വേണ്ടി സാധിച്ചില്ല. ഈ വർഷം അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ വർഷം ഉണ്ടാവും. ആ ഒരു ചടങ്ങിനെ കാണാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. ചൊവ്വാഴ്ച ഇളനീർ വെയ്പ്പ് ചടങ്ങ് നടക്കും. ബുധനാഴ്ചയാണ് അഷ്ടമി ആരാധനയുടെ ഭാഗമായി ഇളനീരാട്ടം നടക്കുക. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ വിവിധ ആരാധനകൾ നടക്കും. ഈ വരുന്ന 17-ാം തീയതി ഇളനീർ വെപ്പ് എന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ വൈശാഖ മഹോത്സവത്തിലെ അതിപ്രധാനമായ ഏറ്റവും മനസ്സിന് കുളിർമയണിയിക്കുന്ന ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ വ്രതശുദ്ധിയോടുകൂടി ഇളനീരുമായി ഇവിടെ എത്തിച്ചേർന്ന് ഇളനീർ വെക്കുന്ന ഒരു ചടങ്ങാണ് ജൂൺ 17-ന് നടക്കുന്നത്. ജൂൺ 18-ാം തീയതി ഇളനീരാട്ടമാണ്. ഭഗവാന്റെ പ്രസാദം, അതായത് ഇളനീര് ഭഗവാനെ പ്രസാദമായി നേദിക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഈ ഒരു വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനുശേഷമാണ് ആരാധനകൾ കഴിയുന്നത്. അടുത്ത മാസം 4-ന് തൃക്കലാശത്തോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക. ന്യൂസ് മലയാളം, കണ്ണൂർ.